ഹലോ SSC CGL 2024 പരീക്ഷ സെപ്റ്റംബർ 9 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും അവസാനത്തെ റൗണ്ട് പ്രിപ്പറേഷനിലാണെന്നറിയാം. ലാസ്റ്റ് റൗണ്ടിൽ പുതിയ ടോപ്പിക്കുകൾ പഠിക്കാതെ മാക്സിമം റിവിഷൻ ചെയ്യാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവസാനത്തെ റൗണ്ടിൽ നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പോകാതെ മാക്സിമം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും മാക്സിമം മോക്ക് ടെസ്റ്റുകളും തന്നെ എഴുതാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതരുത്. പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ട്രൈ ചെയ്യുക എന്നും കൂടെ പറയാറുണ്ട്. കാരണം ഒരു പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവരുടെ തന്നെ കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു പാറ്റേണിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേസമയം ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിലാകുമ്പം ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വർഷത്തെ CGL എന്ന് പറയുന്നത് ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാണുന്നതാണ്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസി ഉണ്ട്. സോ ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷനിൽ നിങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ റാങ്കിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് ഫൈനലി ജോലിയിൽ പ്രവേശിക്കാനും നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ CGL ടയർ 1 ക്വാളിഫൈ ചെയ്യുക എന്നത് എല്ലാവരുടെയും മുമ്പിലുള്ള ഉത്തരവാദിത്തമാണ്. അതിനുശേഷം ടയർ 2 എക്സാമും വരുന്നുണ്ട്. അപ്പോൾ ടയർ 1 ക്ലിയർ ചെയ്തിട്ട് ടയർ 2 എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഇപ്പോൾ CGLന്റെ ടയർ 1 എക്സാമിന് വേണ്ട അവസാന ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരുക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദ ഫൈനൽ ലാപ്പ് എന്ന പേരിൽ ഈ വരുന്ന സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 8 വരെ ദിശ അക്കാഡമി എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഫൈനൽ ലാപ്പിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ദിശ അക്കാഡമിയുടെ ദ ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന സെഷൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 നാളെ വൈകുന്നേരം 4 മണിക്കാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 മണിക്ക്. അപ്പോൾ 4 മണി മുതൽ 5:30 വരെ 1.5 മണിക്കൂറായിരിക്കും ഒരു സെഷൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ തുടങ്ങുന്ന സെഷൻ 4 മുതൽ 5:30 വരെ ഫസ്റ്റ് സെഷൻ. അതിനുശേഷം അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് നിങ്ങൾ 1.5 മണിക്കൂർ ഫോൺ നോക്കി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നോക്കി ക്ലാസ്സുകൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും റിലാക്സ് ചെയ്ത് 6 മണിക്ക് വീണ്ടും സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് 7:30 വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വീണ്ടും 7:30 ശേഷം അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. 8 മണിക്ക് ഫൈനൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. 8 മുതൽ 9 വരെ. ഇങ്ങനെ എല്ലാ ദിവസവും സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 8 വരെ എല്ലാ ദിവസവും 3 സെഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിൽ തന്നെ മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്ക് ഉൾപ്പെടെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെയും റിവിഷനും ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഈ സെഷൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ എല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് അവർ മെറ്റീരിയൽസ് റിസർച്ച് ചെയ്തുകൊണ്ട് എക്സ്പെക്റ്റിംഗ് ക്വസ്റ്റ്യൻസുകൾ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ അവസാനമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ അവൈലബിൾ ആക്കുന്നത്. സോ എല്ലാവരും ഇത് മിസ്സാക്കാതെ ഈ സെഷൻസ് കാണുക. ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് ഇതിൽ നിന്ന് എവിടെയെങ്കിലും നിങ്ങളുടെ എക്സാമിന് 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടാനുള്ള എല്ലാ പ്രോബബിലിറ്റിയും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന സെഷൻ, ആദ്യത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിത്യ മിസ്സിൻ്റെ GK കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സെഷനാണ്. ആ സെഷൻ 5:30 എൻഡ് ചെയ്യുമ്പം നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. 6 മണിക്ക് അമൃത മിസ്സിൻ്റെ GK സെഷനാണ് വരുന്നത്. അതിനുശേഷം സെഷൻ 3 എന്ന് പറയുന്നത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് അതുൽ സാറിൻ്റെ മാത്സിൻ്റെ സെഷനാണ്. അപ്പോൾ നാളത്തെ 3 സെഷൻസ് നിങ്ങൾക്ക് കാണാം. 3 ടോപ്പിക്കുകൾ 3 സബ്ജക്റ്റുകളായിട്ടായിരിക്കും കവർ ചെയ്യുന്നത്. ഇത് പുതിയൊരു ടോപ്പിക്ക് പഠിക്കുകയൊന്നും ആയിരിക്കത്തില്ല. ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകൾ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പിന്നെ നമ്മുടെ ഒരു പ്രഡിക്ഷനും ഒക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും സെഷൻ രണ്ടാമത്തെ ദിവസത്തേക്ക് വരികയാണെങ്കിൽ അവിടെ 3 സെഷൻസ് തന്നെയുണ്ട്. അപ്പോൾ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ബൈ ഗായത്രി മിസ്. അതിനുശേഷം രണ്ടാമത്തെ സെഷൻ ശരത് സാറിൻ്റെ റീസണിങ് ക്ലാസ് ആണ്. പിന്നീട് വരുന്നത് GK ആണ്, QA അല്ല, GK ആണ്. അമൃത മിസ്സിൻ്റെ GK സെഷനാണ്. സെപ്റ്റംബർ 3യുടെ ഷെഡ്യൂൾ നോക്കാം. ആദ്യം സെഷൻ 1 നിത്യ മിസ്സിൻ്റെ ആണ്. സെഷൻ 2 അമൃത മിസ്സിൻ്റെ ക്ലാസ് ആണ്, അതും GK ആണ്. സെഷൻ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് അതുൽ സാറിൻ്റെ. സെപ്റ്റംബർ 4ൻ്റെ ഷെഡ്യൂൾ നോക്കാം. ഫസ്റ്റ് സെഷൻ GK ബൈ ഐശ്വര്യ മിസ്സിൻ്റെ ആണ് GK. സെഷൻ 2 ഇംഗ്ലീഷ് റീബ മിസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് ആണ് വരുന്നത്. മൂന്നാമത്തെ സെഷൻ ഞാനായിരിക്കും എടുക്കുന്നത്, GK ആയിരിക്കും. അത് മിക്സഡ് ടോപ്പിക്കുകളായിരിക്കും വരുന്നത്, GKയുടെ തന്നെ. സെപ്റ്റംബർ 5 ആദ്യത്തെ സെഷൻ വീണ്ടും കറണ്ട് അഫയേഴ്സ് ബൈ ഗായത്രി മിസ്. അതിനുശേഷം സെഷൻ 2 മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബൈ അതുൽ സാർ ആണ്. സെഷൻ 3 GK എൻ്റെ തന്നെയാണ് വീണ്ടും സെഷൻ വരുന്നത്. വീണ്ടും സെപ്റ്റംബർ 6ൻ്റെ കൂടെ സെഷൻ ഞാൻ പറയട്ടെ. ഫസ്റ്റ് സെഷൻ ഐശ്വര്യ മിസ്, സെക്കൻഡ് ഇംഗ്ലീഷ് ബൈ റീബ മിസ്, സെഷൻ 3 റീസണിങ് ബൈ ശരത് സാർ. ഇങ്ങനെ 6-ാം തീയതി കഴിഞ്ഞ് 7ൻ്റെയും 8ൻ്റെയും കൂടി ഷെഡ്യൂൾസ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇങ്ങനെ 8 ദിവസങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ഡെയിലി റിവിഷൻ എന്ന രീതിയിൽ
രീതിയിൽ ഫൈനൽ റൗണ്ടിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ഓൾ കേരള മോക്ക് ടെസ്റ്റ് സീരീസ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡേ 1 വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ ഓരോ ദിവസവും നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഡേ 1 റിസൾട്ട്, ഡേ 2 റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ചാനലിലും ഒക്കെ ഇതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡേ 3 എക്സാമാണ്, മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 6 മണിയാകുമ്പോൾ ഡേ 3 ടെസ്റ്റ് സീരീസ് കഴിയും. അതിൻ്റെ വിന്നറിനെ നമ്മൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഡേ 2 വിന്നറിനെ ഞാനൊന്ന് അനൗൺസ് ചെയ്യാനും കൂടെ ഈ ഒരു വീഡിയോ ഞാൻ യൂസ് ചെയ്യുകയാണ്. ഡേ 2 എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. ടോപ്പ് മാർക്ക് 162.5 മാർക്കായിട്ട് ശരത് VS ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മുടെ ഡേ 2 എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷൻ ശ്രീകാന്ത് 148 ആണ് ടോട്ടൽ മാർക്സ് ഹയസ്റ്റ് മേടിച്ചിരിക്കുന്നത്. തേർഡ് പൊസിഷൻ വൈഷ്ണവി ആയിരുന്നു 146/200. അടുത്തത് ഫോർത്ത് പൊസിഷൻ മുകേഷ് കുമാർ 140 മാർക്സ് ആണ് മേടിച്ചത്. ഫിഫ്ത്ത് പൊസിഷൻ ശ്രീ ആയിരുന്നു 139.5 ആണ്. ഇത്രയും പൊസിഷൻസ് 5 പൊസിഷൻസ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. എഴുതിയ ആൾക്കാരുടെ ഒക്കെ മാർക്ക് ലിസ്റ്റ് ഇനിഷ്യലി ഉള്ളൊരു 100 പേരുടെയെങ്കിലും റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ നിങ്ങൾ ജോയിൻ ചെയ്താൽ ആ ഫുൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് 6 മണിയോടുകൂടി തന്നെ നമ്മളുടെ ഈ ഒരു ദിവസത്തെ ഡേ 3 മോക്ക് ടെസ്റ്റ് സീരീസ് എഴുതാനുള്ള ടൈം എൻഡ് ചെയ്യും. അത് എൻഡ് ചെയ്യുന്നതിനോട് കൂടി തന്നെ ഡേ 4 മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ 24 അവേഴ്സിലും ഓരോ മോക്ക് ടെസ്റ്റ്, അങ്ങനെ 10 ദിവസം 10 മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ. അതിനുവേണ്ടി ഒന്നുകിൽ ദിശ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ബ്രൗസറിൽ പോയി നിങ്ങൾക്ക് എക്സാം എഴുതാം. അല്ലെങ്കിൽ ദിശ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ദിവസവും 6 മണിക്ക് മുതൽ അടുത്ത ദിവസം 6 മണി വരെയാണ് ഈ എക്സാം എഴുതാനുള്ള സമയം. അതുപോലെ ലിങ്ക് വഴി അപ്ലൈ ചെയ്യുന്നവർക്ക്, എക്സാം എഴുതുന്നവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് ബ്രൗസറിൽ ഇങ്ങനെ ഒരു സെഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് എക്സാമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെല്ലുന്നതായിരിക്കും. ഇനി ആപ്പ് വഴി, ദിശ ലേണിംഗ് ആപ്പ് വഴി എൻ്റർ ചെയ്യുന്നവർക്ക് വേണ്ടി ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എംബ്ലം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫ്രീ മെറ്റീരിയൽസ് എന്ന സെക്ഷൻ കാണും. അതിനകത്ത് ഡോക്യുമെന്റ്സ്, വീഡിയോസ്, ടെസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഈ ടെസ്റ്റിനകത്തായിരിക്കും നിങ്ങളുടെ SSC CGL 2024 SSC CGL മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റ് ഓഫ് ടെസ്റ്റുകൾ കാണാം. അപ്പം 3-ാമത്തെ ദിവസത്തെയോ 4-ാമത്തെ ദിവസത്തെ എഴുതാനാണെങ്കിൽ SSC CGL മോക്ക് ടെസ്റ്റ് 4 എന്ന് പറയുന്ന ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് അത് എഴുതിയതിന് ശേഷം നിങ്ങളുടെ പൊസിഷൻ എന്താണ്, നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്, ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ ലീഡർ ബോർഡിൽ നിങ്ങൾക്ക് പൊസിഷൻ ഉണ്ടോ, നിങ്ങൾ എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പേഴ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റുക. ഈ എക്സാം എല്ലാം കൃത്യമായ പ്ലാനിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പറയുക, SSC CGL ദ ഫൈനൽ ലാബ് വിത്ത് ദിശ അക്കാഡമി നാളെ വൈകുന്നേരം 4 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.